അധ്യയന വർഷമായിരുന്നു. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളുടെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തി? ആരും കണ്ടെത്തിയിട്ടില്ല. പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നില്ല, പഴയ വസ്ത്രം കൊടുത്താൽ മതി. പക്ഷെ അത് അയൺ ചെയ്ത് കൊടുക്കുക. അവനൊരു പര്യാപ്തമാകും സ്വയം ചെയ്യാൻ എത്തുന്ന കാലം വരെ അതൊന്ന് അയൺ ചെയ്ത് കൊടുത്തുവിടുക, വൃത്തിയായി കൊടുത്തുവിടുക. അതിന്റെ ബട്ടൺസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബട്ടൺസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുവിടുക. ഇത് രാവിലെ സ്കൂളിലേക്ക് അവൻ പോകാൻ ഇറങ്ങുമ്പോഴേക്കും അയയിൽ നിന്ന് ഡ്രസ്സ് എടുക്കണേ. അവൻ കണ്ടു വളരുന്നത് ഇതാണ്. അതായത് തലേ ദിവസം അവന്റെ വീട്ടില് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നില്ല. അവനെ സ്കൂളിലേക്ക് വിടാൻ അവന്റെ അമ്മയോ അവന്റെ അച്ഛനോ ഒരു തയ്യാറെടുപ്പും ചെയ്യുന്നില്ല. പിന്നെ അവൻ എങ്ങനെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കും? നമ്മൾ തയ്യാറെടുത്താലേ നമ്മുടെ മക്കൾ അത് കണ്ട് അവരും തയ്യാറെടുക്കുകയുള്ളൂ. അപ്പൊ അത് ചെയ്യണം. പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കണം, ഒരുപാട് വസ്ത്രം വാങ്ങിക്കൊടുക്കണം എന്ന അഭിപ്രായമല്ല പറയുന്നത്. ഒരു വസ്ത്രമേ ഉള്ളൂ എങ്കിലും അത് കൃത്യമായി അയൺ ചെയ്ത് കഴുകി വാഷ് ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്വവും അതിലൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നും അവനെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും അവൻ ആ സെൽഫ് ഡിസിപ്ലിനായിട്ട് വളർന്നു വരും. അവന് വസ്ത്രങ്ങളിൽ അഴുക്ക് പറ്റിയാൽ വഴക്ക് പറയാൻ മാത്രമാവരുത് നമ്മൾ. പകരം എന്ത് ചെയ്യണം? അവനെ ഭംഗിയായി സ്കൂളിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ വളർത്തണം. പല രക്ഷിതാക്കളും പറയും, എനിക്ക് ജോലി തിരക്കുകൾക്കിടയിൽ ഇതിനൊന്നും സമയമില്ല. നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങളുടെ മക്കളെ നന്നായി നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ജോലി ചെയ്യണം? എന്താണ് നിങ്ങൾ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നത് തന്നെയാണ് ജോലി ചെയ്യുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവന്റെ ബാഗ് ഒന്ന് നോക്കണം. എത്ര രക്ഷിതാക്കള് ഇവന്റെ ബാഗ് പരിശോധിക്കാറുണ്ട്? ഇവൻ ആവശ്യമായ വസ്തുവകകൾ തന്നെയാണോ ആ ബാഗിലുള്ളത് എന്ന് വെറുതെ ഒന്ന് നോക്കണം. അവന്റെ പെൻസിൽ ബോക്സ് ഒന്ന് നോക്കണം. ഇവന്റെ പെൻസിൽ ബോക്സിൽ ഇവൻ ആവശ്യമുള്ള സംഗതികൾ മാത്രമാണോ ഉള്ളത്? രാവിലെയും വൈകുന്നേരവും വെറുതെ ഒന്ന് നോക്കണം. ബുക്കുകള്, നോട്ട് ബുക്കുകള്, പുസ്തകങ്ങള്, ഇതൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് അറിയില്ലെങ്കിൽ പോലും, പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ പോലും ഇതവൻ കീറി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് പറഞ്ഞു മനസ്സിലാക്കണം, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പലതവണ നമ്മൾ ചെയ്യുമ്പോൾ അവനിൽ അത് കീറരുത്, വൃത്തിയായി സൂക്ഷിക്കണമെന്ന ഒരു ചിന്തയും ഒരു ഡിസിപ്ലിനും വളർന്നു വരും. അങ്ങനെയാണ് അവൻ അവന്റെ പുസ്തകങ്ങളെയും അവന്റെ വസ്ത്രങ്ങളെയും അവന്റെ സ്കൂൾ ജീവിതത്തെയും അവൻ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അപ്രകാരം സ്നേഹിക്കാൻ അവനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം.